ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് സേമിയ പായസം ഉണ്ടാക്കാം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഈ പായസം റെഡിയാക്കാൻ പറ്റും. അപ്പം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സേമിയ പായസം, അനൂസിൻ്റെ സേമിയ പായസം മിക്സാണ്. ഇതിൽ തന്നെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കാഷ്യൂനട്ടും കിസ്മിസും കാർഡമം ഇങ്ങനെയുള്ള ഷുഗർ അടക്കം ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പാല് നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ഏലക്ക ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ സേമിയ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ മിക്സ് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ ഷുഗർ ഇൻക്ലൂഡഡ് ആണ്. എക്സ്ട്രാ ഷുഗർ നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല. പിന്നെ നല്ല രീതിയിൽ ഷുഗർ വേണം എന്നുള്ളവർക്കൊക്കെ മിൽക്ക് മെയ്ഡൊക്കെ ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നല്ലപോലെ തിളച്ച് ഒരു കുറുകിയ രൂപത്തിലായിട്ട് വരും. കുടിക്കുമ്പോൾ നമുക്ക് ഒരു മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന്. അപ്പോൾ ഒരു 20 മിനിറ്റൊക്കെ കൊണ്ട് നമുക്ക് ഈ പായസം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. നല്ലോണം തിളച്ച് സേമിയൊക്കെ വെന്തിട്ടുണ്ട്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് ചൂടാറുമ്പോൾ കുറുകി വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഇൻസ്റ്റൻറ്റ് സേമിയ പായസം ഉണ്ടാക്കാം. ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഈ പായസം റെഡിയാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് സേമിയ പായസം, അനൂസിൻ്റെ സേമിയ പായസം മിക്സാണ്. ഇതിൽ തന്നെ എല്ലാ ഐറ്റംസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കാഷ്യൂനട്ടും കിസ്മിസും കാർഡമം ഇങ്ങനെയുള്ള ഷുഗർ അടക്കം ഇൻക്ലൂഡഡ് ആണ് ഇതിൽ. 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്യാം. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. പാല് നല്ലപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ഏലക്ക ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ സേമിയ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. സേമിയ മിക്സ് ആഡ് ചെയ്യുമ്പോൾ ഇതിൽ തന്നെ ഷുഗർ ഇൻക്ലൂഡഡ് ആണ്. എക്സ്ട്രാ ഷുഗർ നമ്മൾ ആഡ് ചെയ്യേണ്ടതില്ല. പിന്നെ നല്ല രീതിയിൽ ഷുഗർ വേണം എന്നുള്ളവർക്കൊക്കെ മിൽക്ക് മെയ്ഡൊക്കെ ഓപ്ഷണലാണ്. മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇത് നല്ലപോലെ തിളച്ച് ഒരു കുറുകിയ രൂപത്തിലായിട്ട് വരും. കുടിക്കുമ്പോൾ നമുക്ക് ഒരു മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കിയ ഫീൽ തന്നെയാണ് കിട്ടുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസത്തിന്. അപ്പോൾ ഒരു 20